അങ്ങനെ BR മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ വന്നിട്ടുണ്ട് പീക്കിലോട്ട് വന്നപ്പോഴേ G36 കിട്ടിയിട്ടുണ്ട്, നമുക്ക് M10 കിട്ടിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഫസ്റ്റ് ഹീൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലൂട്ട് അടിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ എനിമി നമ്മൾ സ്പോട്ട് ചെയ്തത്. അവൻ നമ്മൾ M10 വെച്ച് നമ്മൾ ഷോർട്ട് റേഞ്ച് വെച്ച് കില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ എനിമിയെ കില്ല് ചെയ്ത് നമ്മൾ മൂന്നാമത്തെ എനിമിയെ തപ്പി പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ബാക്കിൽ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കേട്ടത്. അവർ കേട്ടതല്ല, വിളിച്ചെടുത്തതാണ് അവൻ. അങ്ങനെ അവരെ നമ്മൾ M10 വെച്ച് നമ്മൾ കൊന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 3 കില്ലായിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പീക്ക് വെച്ച് ലൂട്ട് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദൂരെ എടുത്ത നെറ്റ് പോയി നിൽക്കി പോകണ്ടായിരുന്നു. അങ്ങനെ ഫ്രീ കില്ലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 4 കില്ലും ആയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഇവിടെ ഫൈറ്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ തേർഡ് പാർട്ടി ആവാൻ നോക്കിയതാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ മൂട്ടിലത് ഒരു നിപ്പുണ്ട്. അവനെ അങ്ങനെ അടിച്ച് സോണി ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആ കില്ലും കാര്യങ്ങളും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 കില്ലും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 6ാമത്തെ കില്ല് അപ്പോൾ ഒരുപാട് പോവേണ്ടിയൊന്നും വന്നില്ല. അപ്പോൾ നമ്മുടെ തേർഡ് പാർട്ടി അടിക്കാൻ വന്നവനെ നമ്മൾ കില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 7ാമത്തെ കില്ലാണ്ട് ഈ പാറയുടെ മേളിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ നമ്മൾ മാഗ് വെച്ച് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ ലൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തം വന്ന് പറന്നിറങ്ങിയത്. ഇനി അവനെ നമുക്ക് ഇനി കൊല്ലും. കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് കയറി ചെന്നാണ് ക്യാരക്ടർ ഇട്ടുണ്ട്. അവനെ നമ്മൾ തന്നെ സുഖമായിട്ട് കൊന്നിട്ടുമുണ്ട്. അവന് വെസ്റ്റും കാര്യങ്ങളില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ചത്തിട്ടുമുണ്ട്. ഈ 8 കില്ലും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതിന് പോകാമെന്ന് വെച്ചപ്പോഴാണ് GP വന്നതിൻ്റെ മുമ്പിലോട്ട് ഇറങ്ങിയത്. നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ട് ക്യാരക്ടർ ഇട്ടുണ്ട് കയറി ചെന്നാണ് അവനെ അങ്ങനെ അവിടെ ഫിനിഷ് ചെയ്ത് നമുക്ക് 9 കില്ലും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ കിടന്ന ലംബോർഗിനി എടുത്തുകൊണ്ട് 10ാമത്തെ കില്ല് അപ്പോൾ പോയതാണ്. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. കുതിരയുടെ മേളിൽ കിടന്നവനെ ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ ബാക്കിൽ നിന്ന് അടിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിലും ഫസ്റ്റിൽ അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിയും കൊണ്ട് നേരെ വന്നതാണ് പീക്കിലോട്ടും. പീക്ക് വന്നപ്പോൾ ഒരു ഫൈറ്റും കാര്യം നടക്കുന്നു. തേർഡ് പാർട്ടി ആവാൻ നോക്കിയതാണ്. ഇങ്ങനെ ഒരു കില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇപ്പം കിട്ടിയിരിക്കുന്നുണ്ട് 12 കില്ലാണ്. പിന്നെ നമുക്ക് നേരെ നമുക്ക് ഇനി അടുത്ത ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ സോണി കയറിയിട്ടുണ്ട്. സോണി കയറിയപ്പോഴാണ് ഇവിടെ ഫൈറ്റും കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഓരോരുത്തും പോകുന്നുണ്ട് ഓപ്പണിലായിട്ട്, ഗ്ലൂ വാളൊന്നും ഇടാതെ. അപ്പോൾ അവനെ നമ്മളോട് പാരഫിൽ വെച്ച് കൊന്നിട്ടുമുണ്ട്. അതാണ് ടോപ്പിൽ നല്ലൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വന്ന് നമുക്ക് എനിമിക്ക് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളും കൊടുത്ത് കയറി ചെല്ലുന്നതാണ് അടിക്കാനായിട്ട്. അപ്പോഴാണ് ബാക്കിൽ നമുക്ക് അടിയും കാര്യങ്ങളും വന്നത്. അപ്പോൾ നേരെ ഇട്ടിട്ട് നമ്മൾ മാഗ് വെച്ച് അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് റിവൈവ് ആവാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെ നമ്മൾ അടി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോൺ വരുന്നതുകൊണ്ട് തന്നെ സോണിലോട്ട് പോകുന്ന വെച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് നമ്മളെ തിരക്ക് ഒരു എനിമി വന്നത്. അപ്പോൾ തിരക്ക് വന്ന എല്ലി എപ്പോഴും കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഗ്ലൂ ആൾക്കാരായിട്ട് വെളി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേനും അവൻ ക്യാരക്ടർ ഇട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. സോണി ആക്കി നമ്മൾ അടിച്ച് വിട്ടിട്ടുമുണ്ട് അവനെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് എനിമി നിൽക്കുന്നതാണെങ്കിൽ നേരെ താഴെയായിട്ട്. അപ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും സോൺ അഡ്വാൻറ്റേജ് ഫുൾ ഇരിക്കുന്നത് അവനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നപ്പോഴേ നമ്മൾ നല്ല രീതിയിൽ പാരഫിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് റഷ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ വാളിട്ട് റഷ് ചെയ്തിട്ടുണ്ട്. അവൻ പാറയുടെ ബാക്കിൽ നിന്ന് ബെഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ നേരെ മാഗ് എടുത്ത് അവനെ ഒറ്റ അടിക്കാൻ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ അങ്ങനെ 16 കില്ല് പ്ലസ് ബൂയെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.